ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഈസി കിച്ചൺ. ഇന്ന് നമുക്ക് വഴുതനങ്ങയും തൈര് ഉപയോഗിച്ച് ചോറിന്റെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു കറിയുടെ റെസിപ്പി നോക്കാം. ഈ ഒരു കറി തയ്യാറാക്കാൻ ആദ്യം തന്നെ നമുക്ക് വഴുതനങ്ങ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഈ ഒരു സൈസിലുള്ള ഒരു വഴുതനങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇത് ഞാൻ വട്ടത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു തിക്നെസ്സിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഈ വഴുതനങ്ങ മസാല പുരട്ടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതിനു വേണ്ടിയുള്ള മസാല ഒന്ന് റെഡിയാക്കി എടുക്കാം. ഞാൻ ഈ ഒരു പാത്രത്തിലാണ് മസാല മിക്സ് ചെയ്തെടുക്കുന്നത്. ഇതിലേക്ക് ആദ്യം തന്നെ 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അല്പം വെള്ളം കൂടി ചേർത്ത് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി കട്ട് ചെയ്ത് വെച്ച വഴുതനങ്ങ ഇതിലേക്ക് ഇട്ടൊന്ന് മസാല പുരട്ടിയെടുക്കാം. വഴുതനങ്ങ എല്ലാം ഞാൻ ഇതുപോലെ മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. വഴുതനങ്ങ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു പാനിൽ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. സാധാരണ നമ്മൾ മീനൊക്കെ ഫ്രൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന അത്രയും എണ്ണ മതിയാവും. എണ്ണ ചൂടാവുമ്പോൾ ഇതിലേക്ക് അല്പം കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിനുശേഷം മസാല പുരട്ടി വെച്ച വഴുതനങ്ങ ഓരോന്നായിട്ട് ഇതിലേക്ക് വെച്ചു കൊടുക്കാം. ഇതിൽ കൊള്ളുന്ന അത്രയും വഴുതനങ്ങ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ ആയി കിട്ടും. ഒരു ഭാഗം ഫ്രൈ ആവുമ്പം ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. രണ്ട് ബാച്ചായിട്ട് ഞാനിപ്പം വഴുതനങ്ങ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് തൈരിലേക്ക് ചേർത്ത് കൊടുക്കണം. അതിനു മുമ്പ് നമുക്ക് തൈര് ഒന്ന് റെഡിയാക്കി വെക്കാം. ഞാനിവിടെ 1/2 ലിറ്റർ തൈരാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇത് ഞാൻ ഈ ഒരു ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് അല്പം വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി തൈരിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഫ്രൈ ചെയ്ത് വെച്ച വഴുതനങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വഴുതനങ്ങ ഇട്ട് കൊടുത്ത് ഇത് കൂടുതൽ ഇളക്കാൻ നിൽക്കണ്ട. വഴുതനങ്ങ എല്ലാം പൊടിഞ്ഞു പോവും. ഞാനിത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് തൈരിൽ മുങ്ങിക്കിടക്കുന്ന രീതിയിലാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒന്ന് താളിച്ച് ചേർത്ത് കൊടുക്കാനുണ്ട്. അതിനുവേണ്ടി ഞാനിവിടെ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എണ്ണ നല്ലപോലെ ചൂടാകുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പം ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കുറച്ച് വറ്റൽമുളകും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചെറിയുള്ളിയാണ്. ചെറിയുള്ളി ഇല്ലാത്തത് കൊണ്ട് ഞാനൊരു മീഡിയം സൈസ് സവാളയുടെ ഒരു 1/4 ഭാഗം കട്ട് ചെയ്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി സവാള നല്ലൊരു ഗോൾഡൻ കളർ ആകുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് കൂടുതൽ നേരം അടുപ്പത്ത് വെക്കണ്ട, പൊടി കരിഞ്ഞു പോവും. ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പൊ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കുറച്ചു നേരം വെച്ച് വഴുതനങ്ങയുടെ ഫ്ലേവർ ഒക്കെ തൈരിൽ നല്ലപോലെ ഇറങ്ങിയതിന് ശേഷം കഴിക്കുമ്പോഴാണ് ഇത് കൂടുതൽ ടേസ്റ്റ്. വഴുതനങ്ങ കഴിക്കാത്തവർ പോലും ഇതുപോലെ ഉണ്ടാക്കുവാണെങ്കിൽ കഴിച്ചു പോകും. ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ്. അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമന്റ് ബോക്സിൽ അറിയിക്കണേ. അപ്പൊ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. അപ്പൊ അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം.